ചായ അതിങ്ങ് തന്നെ. അമ്മ നിനക്ക് വേറെ ചായ ഇട്ട് തരുവടി. തിരുത്തി പഠിച്ചു മണിക്കുട്ടാ നീ? പഠിച്ചേച്ചി. അച്ഛൻ കഴിച്ചിട്ടാണോടാ പോയെ? എവിടുന്ന്? ഒരു കാലിച്ചായം കുടിച്ച് പപ്പടക്കെട്ടും എടുത്തോണ്ട് രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ, അപ്പൊ അച്ഛനൊന്നും കഴിച്ചില്ലേ? ഓ, നിന്റെ അച്ഛൻ ഇള്ളക്കുട്ടിയൊന്നും അല്ലല്ലോ വാരി വായിലോട്ട് വെച്ചു കൊടുക്കാൻ. എനിക്ക് മതി അമ്മേ. ഓ, ഒരെണ്ണമല്ലേ കഴിച്ചോളൂ, ഇതൂടെ കഴിക്കുമോളെ. നീ കഴിക്കുന്നില്ലയോടി? വേണ്ട, സമയമില്ല. 7:30 ബസ് പോയ പിന്നെ എനിക്ക് പരീക്ഷയ്ക്ക് എത്താൻ പറ്റില്ലെന്ന് ഞാൻ അമ്മയടുത്ത് പറഞ്ഞല്ലേ. ചേച്ചി വെറുതെ മെനക്കെട്ട് പോവാ. ഈ എൻട്രൻസ് എക്സാമിന് സ്പെഷ്യൽ കോച്ചിങ് ഒക്കെയുള്ള പണക്കാര് പിള്ളേര് കാണും. ഉണ്ടായിക്കോട്ടെ. ഈ മാളു ആരാ മോള് മോളെ? ചേച്ചി ചേച്ചി പൊളിക്കൂ. ഓൾ ദി ബെസ്റ്റ്. ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേടാ. ഉറപ്പായിട്ടും. ശരി ചേച്ചി. ബൈ. ഈശ്വര, അമൃതേച്ചി, ദേ നമ്മൾ ഓർഡർ ചെയ്ത ബോൺസൈ ട്രീ വന്നിട്ടുണ്ട് കേട്ടോ. അല്ല, ഇതെന്താ പരിപാടി? എന്റെ സ്വപ്നം മ്യൂസിക് സ്റ്റഡി ഇൻ US. അതിന് മുത്തശ്ശി സമ്മതിച്ചോ? സമ്മതിക്കും. ഇനി എന്താ തടസ്സം? അമൃതേച്ചിക്ക് ഒറ്റയ്ക്ക് ഒരു ചുക്കും ചെയ്യാനാവില്ലെന്നും വിശന്ന ഫുഡ് എടുത്ത് കഴിപ്പിക്കാൻ പോലും ചുറ്റും 10 ആള് വേണമെന്നല്ലേ മുത്തശ്ശൻ പറയുന്നേ? അതൊന്നും ഇനി പറയാൻ പറ്റില്ല. മുത്തശ്ശൻ പറഞ്ഞ പോലെ കഴിഞ്ഞ 6 മാസം ഞാൻ ഒറ്റയ്ക്കല്ലേ മുംബൈയിൽ താമസിച്ചത്. ഞാൻ ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി വാക്ക് പാലിക്കേണ്ടതേ മുത്തശ്ശന്. ഇന്നത്തെ ദിവസം എന്തായാലും മുത്തശ്ശൻ നല്ലൊരു തീരുമാനം തന്നെ പറയും. എന്റെ ഇൻഡിപെൻഡന്റ് ചേച്ചി നിന്നേ. ഇപ്പോഴും വേണം കൂടെ 10 ആള്. ചെല്ലേ. രാവിലെ തന്നെ മുത്തശ്ശന്റെ ഫേവറേറ്റ് സോങ് ആണല്ലോ. അപ്പൊ ഇന്ന് നല്ല മൂഡിലാ. അല്ല മൃതേച്ചി, മുത്തശ്ശന്റെ പിറന്നാളിന് ഈ ഗിഫ്റ്റ് വല്ലാത്തൊരു വെറൈറ്റി ആയി പോയല്ലോ. നല്ലൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് കൊടുക്കുന്നതായിരുന്നു നല്ലത്. അല്ല, എന്റെ ഒരു സജഷൻ ആണേ. അതെ, നിനക്ക് സീൻ ശരിക്കും അങ്ങോട്ട് പിടി കിട്ടാഞ്ഞിട്ടാ. ആക്ച്വലി ഇത് വെറും ഒരു ബോൺസായി ട്രീ അല്ല, നമ്മുടെ ഫാമിലി ട്രീയാ. ആ, ആദ്യം തന്നെ അച്ഛനും അമ്മയാണല്ലോ. ഇപ്പൊ കറക്റ്റായി അല്ലേ ആശേ? പക്ഷേ സാരിയുടെ പ്ലീറ്റ് ശരിയാക്കി തരാനല്ലാതെ കൊള്ളാവുന്ന വല്ലതും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റൂന്ന് കൂടി നിങ്ങളുടെ അച്ഛനെ ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിലേ മ്യൂസിക് കമ്പനിയുടെ CEO ആയിട്ട് നിങ്ങളുടെ ഏട്ടൻ വിലസുന്നത് അധികം വൈകാതെ നമ്മൾ കാണേണ്ടി വരും. ആരോടാ ഞാൻ മത്സരിക്കണ്ടേ? എന്റെ ഏട്ടനോടോ? എന്തിനാ ആശ ഈ മത്സര ബുദ്ധിയൊക്കെ? ഇങ്ങനെ ഒരു നിർഗുണ പരബ്രഹ്മം, കരയുന്ന കുഞ്ഞിനെ പാലുള്ള മനുഷ്യ. അച്ഛനങ്ങനെ ആരോടും ഒരു വേർതിരിവും. മിണ്ടി പോകരുത്. ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു. രാജേട്ടന്റെ സുമിത്രേട്ടത്തിന്റെ മക്കൾക്ക് കിട്ടുന്ന സ്ഥാനമാണോ നമ്മുടെ മക്കൾക്ക് ഈ വീട്ടിലുള്ളത്? ആണോ? എല്ലാം നിന്റെ ഓരോ തോന്നലുകളാ. സത്യത്തില് ഇങ്ങനൊരു തിരുമണ്ടൻ പതുക്കെ ചുറ്റും നടക്കുന്നതൊന്നും കണ്ടാലും തിരിച്ചറിയാനുള്ള ബുദ്ധി നിങ്ങൾക്കില്ല. അതാ പ്രശ്നം. അത് ഞാൻ നമ്മുടെ രാകേഷും ശ്രുതി എന്താ അച്ഛന്റെ ചെറുമക്കളല്ലേ? അമൃതയെ മാത്രം ഈ വീട്ടിൽ എല്ലാവർക്കും വലിയ പുന്നാരാണല്ലോ. നമ്മുടെ ശ്രുതിയും അവളെ പോലെ തന്നെയല്ലേ? അവൾ എത്ര സന്തോഷായിട്ട് ഇവിടെ നമ്മുടെ കൂടെ ജീവിച്ചേനെ. അത് പറ്റില്ല. വിനീതിന്റെ വീട്ടിൽ നിന്നാ മതിയെന്ന് അച്ഛൻ നിർബന്ധം പിടിച്ചതോ? അത് പിന്നെ കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താവിന്റെ വീട്ടിലല്ലേ ആശ നിൽക്കണ്ടേ? അല്ല, നീ ഈ വീട്ടിലല്ലേ നിൽക്കുന്നേ, അല്ലാതെ ഞാൻ നിന്റെ വീട്ടിലൊന്നുമല്ലോ നിൽക്കുന്നേ. മതി, രാവിലെ എന്റെ മൂട് കളയാൻ വരരുത്. ആശ, ഞാൻ എവിടെ? നന്നായി. അമൃത കൊടുക്കുന്ന ഗിഫ്റ്റിനെക്കാളും എന്തുകൊണ്ട് ഒരു പടി മുന്നിൽ നിൽക്കണം.
നമ്മൾ കൊടുക്കുന്നത്. ഇത്രത്തോളം മുത്തശ്ശന് പ്രയോജനപ്പെടുന്ന യുണീക്കായ ഒരു സൂപ്പർ ഗിഫ്റ്റ് ഈ ബർത്ത്ഡേക്ക് ആരും കൊടുത്തിട്ടുണ്ടാവില്ല. എന്താ സംഗതി? ഷുഗർ ഫ്രീ കേക്ക്. ഈ ഗിഫ്റ്റ് കാണുമ്പോഴേ മുത്തശ്ശന്റെ ആരോഗ്യകാര്യത്തില് നമ്മൾ എത്രത്തോളം ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്ന് മുത്തശ്ശന് മനസ്സിലാവും. എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ? തേങ്ങ. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ആരോഗ്യമല്ലേ ഏറ്റവും പ്രധാനം. എന്നെ പറഞ്ഞാ മതി. നിന്നെ ഈ കാര്യം ഏൽപ്പിച്ചപ്പോഴേ ഞാൻ ഓർക്കണമായിരുന്നു. ഇത് കൊളമാക്കി കൈ തരൂന്ന്. ഹായ് ശ്രുതി, ഒറ്റയ്ക്കുള്ളോ? ബാലെവിടെ? നല്ലൊരു ദിവസമായിട്ട് എന്റെ വായിരിക്കുന്നത് നിനക്ക് കേൾക്കണം. നിങ്ങളെ കണ്ടില്ലല്ലോ, ഞങ്ങളിപ്പോ പറഞ്ഞതേ ഉള്ളൂ.